ഇപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ച് അതിന് അഡ്വർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതാവശ്യമാണെങ്കിൽ വിപുലമായ കമ്മിറ്റിയാക്കി. അല്ല, ഇത് നമ്മുടെ മായനാജില്ലേ, നിങ്ങളെന്താ ഇങ്ങനെ മായനാജിനും കുറേ കാലം കേട്ടോണ്ടിരിക്കുന്നു? ഞാൻ ഈ മൈനാജിയുടെ പടായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നളന്തയിൽ സമ്മേളനമൊക്കെ വിളിച്ചു ചേർത്തി പുതിയ സംഘടനാ പ്രഖ്യാപനമൊക്കെ നടത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമർ ഫൈസി സമസ്തയിൽ നിന്ന് പുറത്താക്കണം, SKSF ആദർശ സമ്മേളനം നിർത്തിവെക്കണം, സുപ്രഭാതം പിടിക്കണം, ഇതൊക്കെ എല്ലാവരും ആവശ്യമാണ്. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. അല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ രണ്ടാളും കൂടി പറഞ്ഞു വരുന്നത് ഈ സാഹചര്യമൊക്കെ 89-ലെ പിളർപ്പിന് സമാനമാണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം പള്ളി കമ്മിറ്റി പിടിക്കാനും അതേപോലെ മദ്രസ പിടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങണം എന്നല്ലേ പൂക്കോട്ടൂർ പറഞ്ഞതിൻ്റെ പച്ചമലയാളം? അതെ അതെ അതെ. അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മഹല്ലുകൾ നഷ്ടപ്പെടും, മദ്രസകൾ നഷ്ടപ്പെടും, സമത്വയുടെ കരുത്ത് ചോർന്നു പോകും എന്ന കാര്യം ഉറപ്പാണ്. അത് തടഞ്ഞു നിർത്തി 89-ൽ നമ്മൾ എങ്ങനെ ഇതൊക്കെ പ്രതിരോധിച്ചോ അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും സമത്വയുടെ കീഴിൽ തന്നെ നിർത്തുവാനും അണികളെ സമത്വക്കൊപ്പം തന്നെ നിർത്തുവാനുമുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് പിന്നെ SKSFന്റെ ആദർശ സമ്മേളനം ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ പരിപാടിയാണെന്നാണല്ലോ സമതു പൂക്കോട്ടൂരും കൂട്ടരും പറയുന്നത്. അത് മാത്രമല്ല, ഉമർ ഫൈസിന്റെ കാസി പ്രസ്താവന വിവാദമായതുമാണ്. അപ്പോൾ പിന്നെ ഈ ലീഗ് അനുകൂല ടീം രംഗത്തിറങ്ങുന്നുള്ളത് ഉറപ്പല്ലേ? അത്രേ ഉള്ളൂ കാര്യം. അതിപ്പോൾ ഇംതിയാസ് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഉമർ ഫൈസി പറഞ്ഞത് വിവാദമായി. അതിപ്പോൾ സമസ്തൻ്റെ മുമ്പിലാണ് കാര്യങ്ങൾ, സമസ്ത തീരുമാനിക്കട്ടെ. പിന്നെ SYS-ഉം SKSF-ഉം സമ്മേളനത്തിൽ മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമസ്ത ഉണ്ടാക്കിയത് തന്നെ ഇതിനൊക്കെ വേണ്ടി തന്നെയല്ലേ? അപ്പോൾ പിന്നെന്താ പ്രശ്നം? ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹം ജീവിക്കുന്ന ഒരു നാട് എന്ന നിലക്ക് സ്വാഭാവികമായും ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളെ അതിക്രൂരമായ രീതിയിൽ പരിഹസിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നളന്തയിലെ സമ്മേളനം കൈവിട്ടു പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു സമാന്തര പ്രവർത്തനത്തൊക്കെ നടത്താൻ പറ്റുന്നൊരു സാഹചര്യമാണോ ഇപ്പോൾ? എന്തായാലും രണ്ട് ടീം ഒരുങ്ങി ഇറങ്ങിയിരിക്കാം. ഇപ്പോൾ ഈ സമതു പൂക്കോട്ടൂർ പറഞ്ഞ പോലെ 89 ആവർത്തിക്കുമോ? അല്ല, അതിന് പലർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ. പക്ഷേ ഇത് പഴയതുപോലെ എളുപ്പമാവില്ല, ഈ പുതിയ സംഘടന ഉണ്ടാക്കലും പിളർപ്പും ഒന്നും. എന്തായാലും SYS-ഉം SKSF ഒക്കെ ഈ സമസ്തയിൽ ലീഗ് വിരുദ്ധപക്ഷത്തിൻ്റെ കയ്യിലുള്ളത്. പോരാത്തതിന് സുപ്രഭാതം പത്രവും അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. എന്തായാലും കണ്ടറിയേണ്ടി വരും. അല്ല, അല്ലെങ്കിൽ കൊണ്ടറിയേണ്ടി വരും. ഏതായാലും രണ്ടിലൊന്നും അറിയാം.